ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാംഗോ സ്ക്വാഷാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മാങ്ങ സീസണാണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മാംഗോ സ്ക്വാഷ്. ചൂട് സമയം ആയതുകൊണ്ട് കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണ്. സ്ക്വാഷ് തയ്യാറാക്കാനായി 3 പഴുത്ത മാങ്ങയും 1 പച്ച മാങ്ങയും എടുത്തത്. പഴുത്ത മാങ്ങയും പച്ചമാങ്ങയും കൂടെ ചേർന്ന് 1 കിലോയാണ് എടുത്തത്. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൾപ്പ് രൂപത്തിൽ അടിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു കടായിൽ പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. 1 കിലോ മാങ്ങയ്ക്ക് 1/2 കിലോ പഞ്ചസാര എടുക്കാം. ഞാനിപ്പോൾ അത്ര എടുത്തിട്ടില്ല. 3/4 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര അലിയിച്ചെടുക്കാം. ഇപ്പോൾ ഗ്യാസിൽ വെച്ച് പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. തയ്യാറാക്കി വെച്ച മാംഗോ പൾപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര സിറപ്പുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. സ്ക്വാഷിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നതുവരെ നമുക്കിതിനെ വറ്റിച്ചെടുക്കാം. നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറുകി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചൂടാറുമ്പോൾ ഇതുപോലെ സ്ക്വാഷിൻ്റെ രൂപത്തിലായി കിട്ടും. ഇനി ഇതൊരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ച സ്ക്വാഷ് വെച്ചിട്ട് ഇതുപോലെ ഒരു ജ്യൂസ് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ഒരു മാംഗോ സ്ക്വാഷാണ്. കുട്ടികൾക്ക് വെക്കേഷൻ സമയമല്ലേ, എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് നമുക്ക് വീഡിയോയുടെ പ്രചോദനമാകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക.